ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടോ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ വലിയൊരു ലോങ് ഗ്യാപ്പിന് ശേഷം വീഡിയോസ് വീണ്ടും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തതെന്ന് വെച്ചാൽ വലിയ കാരണങ്ങളൊന്നുമില്ല കേട്ടോ. ഒന്നാമത് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെയെന്ന് വെച്ചാൽ മടി പിടിച്ചു പോയിട്ടോ, അതുതന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാരണം. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ മടി പിടിച്ചൊന്നും നിൽക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് മോട്ടിവേറ്റൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചൻ്റെ മേലെയായി. പിന്നെയും മടി പിടിച്ചു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മടി പിടിച്ചു എന്നല്ല, ഈ പ്രാവശ്യം മടിയൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ടൈം കിട്ടിയില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങ് തിരക്കിലായിപ്പോയി. അങ്ങനെ ഇന്നാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയിട്ട് ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് ഈവനിങ്ങിലാണ് കേട്ടോ. മോള് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആൾക്ക് സ്കൂൾ വിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. അധികവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ കടിയൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ബീഫ് കറിയും അതുപോലെ ദോശയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അതിനുശേഷം ഇസു കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവളുടെ സ്ഥിരം പരിപാടിയാണ് ഈ ഒരു ടൈം ആകുമ്പോൾ കളിക്കാൻ ഇറങ്ങുക എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇനോസിനെ അവളുടെ പ്രായത്തിലുള്ള ആരും ഇപ്പം അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ പോകുന്നല്ലാണ്ട് അവൾ സ്ഥിരമായിട്ടൊന്നും പോവില്ല. ഇവക്ക് പിന്നെ ഡെയിലി കളി തന്നെയാണ് കേട്ടോ പണി. അങ്ങനെ പോയി പകുതി എത്തിയപ്പം അവിടെ ഒരു പോത്തിനെ കണ്ടിട്ട് എന്നോട് വന്നിട്ട് പറയാം കേട്ടോ, പേടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കളിക്കാൻ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കാലാവസ്ഥ അങ്ങ് ചേഞ്ച് ആയിട്ടോ. പിന്നെ മഴയൊക്കെ അങ്ങ് തുടങ്ങി. പിന്നെ അവർ സിറ്റ് ഔട്ടിൽ കയറിയിട്ട് കളിക്കുന്നല്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ ബീഫ് കറീൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ ചൂടാക്കിയത്, അതിലൊരിത്തിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് നമ്മുടെ പൂച്ചകൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയും ദിവസം ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്യാപ്പ് എടുത്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മടി പിടിച്ചിരുന്ന ആ ഇരുന്നങ്ങ് പോകും കേട്ടോ. അത് പിന്നെ 1 ദിവസമായി, 2 ദിവസമായി, പിന്നെ 1 മാസമായി. ഇപ്പം എന്നെ പോലെ കണ്ടില്ലേ, അങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് ടൈം പോകുന്ന വഴിയേ നമ്മളറിയില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നത്, എത്ര പ്രഷ്യസായ ടൈമാണ് ഞാൻ വേസ്റ്റ് ചെയ്തതെന്ന്. കാരണം വ്യൂസ് കുറവാണെങ്കിലും എനിക്ക് വീഡിയോസ് നമ്മളൊരു ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നാലേ ചാനൽ റീച്ച് ആവുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം കേട്ടോ. പിന്നെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മഴവില്ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് നേരം പുറത്തൊക്കെ പോയി അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും കിച്ചണിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിന്നർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഡിന്നറിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന്. ഇന്നിപ്പോൾ ഞാൻ കടല രാവിലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറിയാക്കി എടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മുമ്പ് ഞാനൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കറിയിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഇങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. പിന്നെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഞാൻ ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള മൊത്തത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോസോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എന്ന്. ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു അവനാൻ്റെ കുക്കറിനനുസരിച്ച് നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം ഒന്ന് വറവും കൂടെ ഇട്ടെടുത്താൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യേ ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ആക്കി നോക്കിയതായിരുന്നു കേട്ടോ. സംഭവം കിടുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയും റെഡിയാക്കി എടുക്കാറുണ്ട്. പിന്നെ ഇതിപ്പോൾ പുട്ടിലേക്കുള്ള തേങ്ങ ചിരവി എടുക്കാം കേട്ടോ. ഒപ്പം നാളത്തേക്ക് വെള്ളപ്പം കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള അരിയും കൂടെ അരച്ച് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടിയുള്ള തേങ്ങ ചിരവി എടുക്കുകയാണ്. ഇപ്പോൾ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ പിന്നെ ഒരു തുള്ളി പോലും കളയാതെ അങ്ങ് ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയായിട്ട് ഞാൻ വെള്ളപ്പം റെഡിയാക്കി എടുക്കുന്നത് അവിലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ അപ്പത്തിന് മാവരച്ച് വെക്കുന്ന സമയത്ത് പൊന്തി വരികയായിരുന്നു, പക്ഷേ വലിയൊരു പെർഫെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ഓണം വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ ഉമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ, നമ്മൾ അവിലും കൂട്ടി അരയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുമെന്ന്. അവിലും ചോറും തേങ്ങയും പിന്നെ കുറച്ചൊരു ഈസ്റ്റും കൂടി ഇട്ടാണ് കേട്ടോ അരക്കാറുള്ളത്. അവിലെടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ചോറ് സ്കിപ്പ് ചെയ്യരുത്. ചോറിനെക്കാട്ടി കൂടുതൽ കുറച്ചധികം ചോറ് ഇപ്പോൾ ഒരു കയ്യിൽ എടുക്കുകയാണെങ്കിൽ 2 കയ്യിൽ അവിൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ നമുക്ക് നാളത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക.
എൻ്റെ മുമ്പത്തെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. എനിക്കാണ് ഇപ്പോൾ ഇങ്ങനെ മടി പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്താ പറ്റിയതെന്ന് എനിക്കും അറിയില്ല. പിന്നെ മനുഷ്യ സഹജമല്ലേ, എല്ലാവർക്കും ഓരോ ടൈമിൽ ഓരോരോ എന്താ പറയുക ഫീലിങ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഷോർട്സ് ഞാൻ കഴിയുന്നതും ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ടായിരുന്നു. എന്നാലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഇടാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും തിരക്കൊക്കെ കാണുമ്പോഴേ ഷോർട്സ് ഇടാതെ നിൽക്കലുള്ളൂ. പിന്നെ മെയിനായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലഞ്ച് ബോക്സ് വീഡിയോസ് തന്നെയായിരുന്നു കേട്ടോ. അല്ലാതെ നമ്മൾ അല്ലാത്ത ഷോർട്സ് എടുക്കാനും മടി തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പഴയ പോലെ റുട്ടീനിലേക്ക് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മാഷാഅല്ലാഹ് ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ മടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മടി മാറ്റാൻ എന്താ പറയുക, മടി മാറ്റി ഇനിയിപ്പോൾ നല്ല രീതിക്ക് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. അതിനിടയിൽ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വറവിടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറവിടുമ്പോൾ കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം കടുകും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ട് വറവിടുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ ആ ഒരു വെളുത്തുള്ളി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നത്. ഈ ഒരു കളറിലായിരിക്കും നമ്മുടെ ഗ്രീൻ പീസ് കറി. അതിൻ്റെ ആ ഒരു പച്ച കളറിൽ തന്നെ ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ദോശേൻ്റെ ഒപ്പം ആയാലും അതുപോലെ ഇടിയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ ആയാൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. പിന്നെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കറിയൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെയും കിച്ചണിലേക്ക് വന്നത്. ചൂടോട് കൂടിയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ പുട്ടും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പുട്ട് ഫസ്റ്റ് ഇതാക്കിയതൊക്കെ ഒന്ന് വേവ് കമ്മി ഉണ്ടായിരുന്നു കേട്ടോ, അത് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അതുവരെ ആയ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. നിങ്ങൾ ഓരോ ലൈക്കൊക്കെ തരുമ്പോഴാണ് പിന്നെയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തോന്നുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.